തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്തിരിക്കുന്ന നല്ല ഒരു ഫാമിലി ഡ്രാമ പ്ലസ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോണർ മൂവി ആയിട്ടാണ് ഔസേപ്പിന്റെ ഔസേപ്പ് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ പേര് പോലെ തന്നെ ഔസേപ്പിന്റെ ഫാമിലിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ഔസേപ്പ് ആയ കാലത്ത് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മക്കൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പന്റെ സമ്പാദ്യത്തിലൂടെ അവർക്കൊരു നോട്ടം ഉണ്ടാകുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ഡയറക്ഷൻസ് ഓരോ രീതിയിലോട്ട് മൂവ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫസൽ ഹസൻ റൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നവാഗതനായിട്ടുള്ള ശരത്ചന്ദ്രനാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. തന്റെ ആദ്യത്തെ സിനിമ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ കുറച്ചൊക്കെ പോരായ്മകൾ അവിടെയൊക്കെ തോന്നുമെങ്കിലും സിനിമയുടെ ടോട്ടാലിറ്റിയിൽ വലിയൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു സ്റ്റോറി നല്ല ഗംഭീരമായിട്ട് തന്നെ ശരത്ചന്ദ്രൻ എടുത്തു വയ്ക്കാൻ സാധിച്ചു എന്നതോടൊപ്പം തന്നെ ഒരുപാട് പെർഫോമൻസും കൂടി ഈ ഒരു സിനിമയെ വലിയ രീതിയിൽ ലിഫ്റ്റപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ചു നേരമുള്ളൂ എങ്കിൽ പോലും വിജയരാഘവന്റെ പെർഫോമൻസും കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ സറിൻ ഷിഹാബ്, ലെന, കനി കുസൃതി എന്നിവരുടെ പെർഫോമൻസ് ഒക്കെ നല്ല രസകരമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ 2 മണിക്കൂറിൽ താഴെ ഡ്യൂറേഷനുള്ള ഈ ഒരു സിനിമ നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ഇമോഷൻസ് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഇന്നർ ലെയേഴ്സിലോട്ടും ഈ ഒരു സിനിമ നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ കണ്ടിരിക്കാവുന്ന നല്ലൊരു വാച്ച് സമ്മാനിക്കുന്ന നല്ല ഒരു മൂവി ആയിട്ട് തന്നെയാണ് ഔസേപ്പിന്റെ ഔസേപ്പ് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.